നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മിരാരി തന്ത്രി. നമ്മൾ ഏവരും കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്. ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയൊക്കെ ഡോക്ടർ അംബേദ്കർ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു ഇങ്ങനെയുള്ള സാമുദായിക ആചാര്യന്മാരുടെ വരവോടുകൂടി മാറ്റപ്പെട്ടതാണ്. ക്ഷേത്ര പ്രവേശനം ഇല്ലാതെ ഇരുന്ന സമയത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങി വച്ചത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. ആ വ്യവസ്ഥിതികൾ ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നത്. യേശുദാസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായി. അതുപോലെ പല ക്ഷേത്രങ്ങളിലും പല വിഷയങ്ങളുണ്ടാവുന്നുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രം എന്ന പേരിൽ തന്നെ പ്രത്യേകം ദേവസ്വം ബോർഡുള്ള ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ശരിക്കും പറഞ്ഞാൽ ഈഴവനായ ഒരു കഴകക്കാരൻ അവിടെ മാല കെട്ടുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? തമിഴ്നാട്ടിൽ ഏതോ ജാതി വ്യവസ്ഥയിലുള്ള ഒരാളുടെ പുരയിടത്ത് വളരുന്ന ചെടിയിൽ പൂക്കുന്ന പൂക്കൾ ഏതൊക്കെയോ ജാതിമതസ്ഥർ പറിച്ച് സ്ത്രീയെന്നോ പുരുഷനെന്നോ വിവേചനമില്ലാതെ അശുദ്ധിയോ ശുദ്ധിയോ നോക്കാതെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ജാതിയിലുള്ള, അതായത് ഒരു മുസ്ലിം സഹോദരൻ്റെയോ ഒരു ക്രിസ്തീയ സഹോദരൻ്റെയോ ഒരു ഹിന്ദുവിൻ്റെയോ പൂക്കടയിലെത്തി അവിടുന്ന് മാല കെട്ടി, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് പൂ നമ്മൾ സമാഹരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷം ഒരു ഈഴവനോ ഒരു പുലയനോ ഒരു കുറവനോ പറയനോ വേടനോ മറ്റു സമുദായത്തിൽപ്പെട്ട ആരോ ഈ മാല കെട്ടിയിടുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? നമ്മുടെ മനസ്സിൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളാണ് ഇന്നും നിലനിൽക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും നമുക്കൊക്കെ അനുഭവമാണ്. ഈഴവൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ നായർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പുലയ കുറവ ഏത് സമുദായവും ആയിക്കോട്ടെ, ഒരു അവഹേളിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികൾ ഇന്നും മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നു. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഒരു അമ്മ പെറ്റ മക്കളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലയിടത്തും ജാതിയുടെ പേരിൽ പല കോമരങ്ങൾ തുള്ളുന്നുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു തന്ത്ര സമുച്ചയമോ ഒരു പൗരാണികമായ ഗ്രന്ഥങ്ങളോ ബ്രാഹ്മണൻ രചിച്ചിട്ടുള്ളതല്ല. വേദവ്യാസൻ മുക്കുവസ്ത്രീയുടെ പുത്രനായിരുന്നു. 18 പുരാണങ്ങൾ രചിച്ച വ്യാസന്മാർ വ്യസിപ്പിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അതിനർത്ഥം. ശരിക്കും ബ്രഹ്മജ്ഞാനേ ഇതി ബ്രാഹ്മണ എന്നാണ് പറയപ്പെടുന്നത്. ജന്മം കൊണ്ടാരും ഇവിടെ ബ്രാഹ്മണൻ ആവുന്നില്ല. ഉപനയനം കഴിഞ്ഞ് പൂണൂൽ ധരിച്ചതിന് ശേഷം മന്ത്രവിധികൾ ആചരിച്ച് ഗായത്രി മന്ത്രത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുമ്പോഴാണ് ആ വ്യക്തി ബ്രാഹ്മണൻ ആയി മാറുന്നത്. നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന തന്ത്രി സമൂഹം അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹം മറ്റുള്ള സമുദായക്കാരൻ കൊടുക്കുന്ന ദക്ഷിണ സ്വീകരിക്കാതിരിക്കണം. ദക്ഷിണ വാങ്ങുമ്പോൾ അത് കുറവനെന്നോ പുലയനെന്നോ പറയനെന്നോ വേടനെന്നോ ഈഴവനെന്നോ നായരെന്നോ ആശാരിയെന്നോ മണ്ണാനെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വാത്തിയെന്നോ ഒന്നും ചിന്തിച്ചിട്ടല്ല ഇവർ ദക്ഷിണ വാങ്ങുന്നത്. 2 കൈയും നീട്ടി ദക്ഷിണ വാങ്ങും. അതിന് ജാതിയില്ലേ? ജാതിയുടെ പേരിൽ എന്തിനാണ് ഒരാളെ മാറ്റി നിർത്തുന്നത്? ഇവിടെ ഏത് ദേവനാണ് ജാതിയുള്ളത്? ബ്രാഹ്മണനായി ജനിച്ച ഒരു ദേവനെ കാണിക്കാമോ? യദുകുലജാതകനായ ആസുരിക ചൈതന്യമുള്ള കംസന്റെ സഹോദരി പുത്രനാണ് കൃഷ്ണൻ. കൃഷ്ണൻ ബ്രാഹ്മണനാണോ? നമ്മൾ ചിന്തിക്കുക. ഈ ഓരോ ബ്രാഹ്മണത്വം പറയുമ്പോഴും ഇവിടെ അവർ പ്രാണനും അപാനും യവാനും സമാനും ഒക്കെ ജപിച്ച് ആഹാരം കൊടുക്കുന്ന ദേവൻ്റെ ജാതിയും കൂടെ അവരറിയുക. ഇപ്പം പുലയ സമുദായത്തിൽ പണ്ട് കള്ളുചാരായ മടക്കിയ പറ്റില്ല ഇത്യാദി മുതലുകൾ വെച്ച് പൂജിച്ചിരുന്ന ക്ഷേത്രങ്ങളൊക്കെയും ബ്രാഹ്മണൻ തന്ത്രം സ്വീകരിച്ച് അവിടുന്ന് ദക്ഷിണ വാങ്ങി അവിടെ വേണ്ടുന്ന പൂജാവിധികൾ ചെയ്യുന്നു. ഇല്ലെങ്കിൽ മറ്റ് മല വേടസങ്കല്പത്തിലും മറ്റ് തരത്തിലും ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളും ഇന്ന് ബ്രാഹ്മണനാണ് തന്ത്രി. എന്നാൽ ഇവരിവിടെയൊക്കെ തന്ത്രം ഒഴിയട്ടെ, അതല്ലേ ന്യായം? ഓരോ ജാതിക്കാരൻ്റെയും
കുലത്തിൽ പോയി കർമ്മങ്ങൾ ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങുമ്പോൾ ഈ ബ്രാഹ്മണ്യം ഒന്നും ഞങ്ങളാരും കാണുന്നില്ലല്ലോ. എനിക്ക് നാനാജാതിയിലുമുള്ള ശിഷ്യന്മാരുണ്ട്. ഇവിടെ തന്നെ പൂജ ഞാൻ പഠിപ്പിച്ച് അവരെ വൃത്തിയായിട്ട് പത്മങ്ങളിടാൻ പഠിപ്പിച്ച് എന്നോടൊപ്പം കൊണ്ടു നടന്ന് നന്നായി പൂജ ചെയ്യുന്ന പല ജാതിയിലുള്ള ആൾക്കാരുണ്ട്. അതിൽ ബ്രാഹ്മണനുണ്ട്, പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, വേട സമുദായത്തിൽപ്പെട്ടവരുണ്ട്, കുറവ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, ആശാരി സമുദായത്തിൽപ്പെട്ടവരുണ്ട്, നല്ല നായന്മാരുണ്ട്, ഈഴവരുണ്ട്. നല്ല നായന്മാരെന്ന് പറഞ്ഞപ്പോൾ സാമുദായിക വ്യവസ്ഥയ്ക്ക് അനുസൃതമായി പണ്ട് ജീവിച്ചു പോന്നിരുന്ന നായർ സമുദായത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നും എൻ്റെ കൂടെ നിന്ന് പൂജ ചെയ്യുന്ന ഒരാൾ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. 30 വർഷത്തോളമായി എന്നോടൊപ്പം അദ്ദേഹം കൂടിയിട്ട്. നമ്മൾ ചിന്തിക്കുക, ഈ ജാതിയും മതവും വർഗവും ഭേദവും ഒക്കെ പറയുന്നവർ ഒന്ന് ആലോചിക്കുക. എൻ്റെ സമുദായക്കാർ മാത്രമാണോ എനിക്ക് ദക്ഷിണ തരുന്നത്? അല്ലെങ്കിൽ എൻ്റെ സമുദായം കൊണ്ട് മാത്രമാണോ ഞാൻ ജീവിക്കുന്നത്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. ഇതുപോലും അറിയാതെ ഒരാളെ ഒരു ജോലിക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതി വിഭജിച്ച് ഞങ്ങൾ അദ്ദേഹം കിട്ടുന്ന മാല ഉപയോഗിക്കില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പൂക്കൾ എടുക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? കേരളം പോലെ ഒരു സ്ഥലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വേലികൾ പൊട്ടിച്ചെറിഞ്ഞ് ഒത്തൊരുമയോടുകൂടി എല്ലാ മതസ്ഥരും ഒരുപോലെ സഹകരിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എന്തു ചെയ്യുമ്പോഴും ജാതിയും മതവും മാറ്റിവെക്കുക. നമ്മൾ മനുഷ്യനാകാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു സമുദായത്തെയോ ഒരു വ്യക്തിയോ അടച്ച് ആക്ഷേപിച്ച് നമ്മളുടെ സമുദായമാണ് വലുത് എന്ന് കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇവിടെ പല ജാതിയിലുള്ള ജ്യോതിഷന്മാരുണ്ട്. ഗണക സമുദായത്തിൽ ഉള്ളവരായിരുന്നു പണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്നത്. ഇന്ന് എല്ലാ ജാതിയിലും ഉള്ളവരുണ്ട്. ഏതെങ്കിലും ഒരു ഗണക സമുദായത്തിലുള്ള ഒരു വ്യക്തി മറ്റു സമുദായക്കാരെ കുറ്റം പറയുകയോ ഞങ്ങളുടെ പാരമ്പര്യമായ ഒരു സംഹിതയായിരുന്നു ഇത്, ഇന്ന് അവർ തട്ടിയെടുത്തതാണെന്ന് പറയുകയോ ചെയ്യുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു ഈഴവനാണ്. ഞാൻ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൂജകൾ ചെയ്തിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി എന്നെ കാണാൻ വരുന്ന ആൾക്കാർ, അതിൽ ബ്രാഹ്മണനുണ്ട്, ഈഴവരുണ്ട്, നായരുണ്ട്, മുസൽമാന്മാരുണ്ട്, ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, പ്രഗത്ഭന്മാരായ വ്യക്തികളുണ്ട്, സെലിബ്രിറ്റികളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നമ്മളെ കാണാൻ വരും. ഇവരൊക്കെയും മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല നമ്മളെ കാണാൻ വരുന്നത്. നമ്മളിലുള്ള ഗുണഗണങ്ങൾ അറിഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആ കാര്യമേറ്റാൽ നടക്കും എന്ന ചിന്താഗതിയിലോ ആവാം അവർ നമ്മളെ കാണാൻ വരുന്നത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഈ ജാതിയും മതവും പറയാതെ നമ്മൾ മനുഷ്യരാണ് എന്ന് ചിന്തിക്കുക. ജന്മം കൊണ്ട് ഒരാളും ഇവിടെ ബ്രാഹ്മണനാകുന്നില്ല. ബ്രാഹ്മണൻ എന്നുള്ളൊരു ജാതി മാത്രമാണ്. അല്ലാതെ ഇവിടെ കർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണനെ ഇവിടെ ഒരാളും സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കുക, ഈ വച്ച് പൂജിക്കുന്ന ദേവന്മാരുടെയൊക്കെ ജാതി നിർണയം നടത്തിയിട്ടാണോ ഇവർ പൂജിക്കുന്നത് ബ്രാഹ്മണൻ? മലദേവ സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളൊക്കെയും ഇന്ന് ബ്രാഹ്മണന്റെ അധീനതയിലായി കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നില്ല. തന്ത്രവിധികൾ ബ്രാഹ്മണന് മാത്രമാണ് അർഹതപ്പെട്ടത് എന്നുള്ള ചിന്താഗതിയാണ് നമ്മളുടെയൊക്കെ തെറ്റായ ധാരണ. ഇത് നമ്മൾ മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഈ നടക്കുന്ന വിപ്ലവങ്ങൾക്കെല്ലാം ഒരു തീർച്ചയായും ശരിയായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. അല്ലാതെ വിപ്ലവം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പം എല്ലാവരും ചിന്തിക്കുക, ഇനിയെങ്കിലും നമ്മൾ മനുഷ്യരാണ് എന്ന്. നന്ദി, നമസ്കാരം.